നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം പ്രവർത്തകർക്കും അണികൾക്കും ആവേശം പകരുന്നതിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പത്തനംതിട്ടയിലെത്തും. ഉച്ചയ്ക്ക് 1:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുമുണ്ട്. NDA നേതൃത്വം സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനെ നോക്കിക്കാണുന്നത്. ഉച്ചയ്ക്ക് 1:05 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാവും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക. 1:15 മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും. കൂറ്റൻ പന്തലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിക്ക് വേണ്ടി BJP നേതൃത്വം ഒരുക്കിയിരിക്കുന്നത്. 1 ലക്ഷത്തിലധികം പ്രവർത്തകരെ എത്തിക്കാനുള്ള നീക്കങ്ങളും NDA നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും NDA സ്ഥാനാർത്ഥികളായ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, അനിൽ ആന്റണി, ശോഭ സുരേന്ദ്രൻ, ബൈജു കലാശാല എന്നിവർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്തായാലും മോദി വരുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ ഉടനീളം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും പോലീസ് ഒരുക്കിയിട്ടുമുണ്ട്. സ്വാഭാവികമായും BJP പ്രവർത്തകരെ സംബന്ധിച്ച് അവരെ വളരെയധികം ആവേശം കൊള്ളിക്കുന്ന, അവർക്ക് വളരെയധികം ഊർജം നൽകുന്ന ഒരു വാർത്തയാണിത്. പക്ഷേ ഇതേ പത്തനംതിട്ടയിൽ കോൺഗ്രസിന് ചങ്കിടിപ്പ് കൂടുകയാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മുൻ ജമ്മു കാശ്മീർ ഗവർണറായ സത്യപാൽ മാലിക്കിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവും നിലവിലെ പത്തനംതിട്ട MP-യുമായ ആന്റോ ആന്റണി പുൽവാമ ആക്രമണത്തെപ്പറ്റി ഒരു വിവാദ പരാമർശം നടത്തിയത്. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്ക്? ഇത്രയും അധികം ജവാന്മാരുടെ ജീവൻ ബലികഴിച്ചുകൊണ്ടാണ് BJP അധികാരത്തിലേറിയത് തുടങ്ങി വളരെ വിവാദപരമായ പ്രസ്താവനകളാണ് ആന്റോ ആന്റണി നടത്തിയത്. അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രോക്ഷം ഇരമ്പുകയും ചെയ്തു. മാത്രമല്ല, ദേശീയ തലത്തിലും ഇത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ഈ വിഷയത്തെപ്പറ്റി, അതായത് ആന്റോ ആന്റണിയുടെ ഈ പുൽവാമ ആക്രമണത്തെപ്പറ്റി നടത്തിയ വിവാദ പരാമർശത്തെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറയാനുള്ള സാധ്യതകളേറെയാണ്. സ്വാഭാവികമായും മോദി അത്തരത്തിലുള്ള ഒരു അവസരവും പാഴാക്കാറില്ല. അങ്ങനെ മോദി ഒരു മറുപടി കോൺഗ്രസിന് പത്തനംതിട്ടയിൽ നൽകുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ആന്റോ ആന്റണിയുടെ പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു മറുപടി മോദി നൽകുകയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം, എപ്പോഴും പുൽവാമ പോലെയുള്ള ആക്രമണ പരമ്പരകളെ പറ്റി മോദി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്ത് ഭീകരാക്രമണവും ആയിക്കോട്ടെ, അതേപ്പറ്റിയൊക്കെ പ്രധാനമന്ത്രി മോദി സംസാരിക്കുമ്പോൾ അത് രാജ്യം തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി കേൾക്കാറുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ ഒരു MP നടത്തിയ വിവാദ പരാമർശം അദ്ദേഹം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. മോദിയുടെ പ്രസംഗത്തിൽ ഇന്ന് ആന്റോ ആന്റണിയെ പറ്റിയോ ഈ പുൽവാമ ആക്രമണത്തെ പറ്റിയോ ഒരു പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് വളരെയധികം ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടിയാവാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും നമുക്കറിയാം, കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്, പ്രീണന രാഷ്ട്രീയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വലിയ വിമർശനം അവർ ദേശീയ തലത്തിൽ നേരിടുന്നുണ്ട്. ഇതിന് കൂടുതൽ കരുത്ത് പകരാൻ മോദിയുടെ പ്രസംഗത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, മോദി എത്തുമ്പോൾ എന്ത് പഞ്ച് ഡയലോഗ് ആയിരിക്കും അദ്ദേഹം കോൺഗ്രസിന് കാത്തുവച്ചിരിക്കുന്നതെന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.